സാമൂഹ്യ ജീവിതത്തിന്റെ പുറംപോക്കിലാണ്. ഇത്ര നൂറ്റാണ്ടുകൾ വീണടിഞ്ഞു, എത്ര സിംഹാസനം വഴിയൊഴിഞ്ഞു, കെട്ടുപോം ജീവിതത്തിനടുപ്പിലൂന്നി കാട്ടുമക്കൾക്കിന്നും കണ്ണുനീര്, കാട്ടുമക്കൾക്കിന്നും കണ്ണുനീര്. വനാവകാശ പരിരക്ഷയില്ല എന്ന പേരിൽ ഏറ്റവും ദുർബലമായ ഒരു പാരിസ്ഥിതിക ജനതയ്ക്കു നേരെ ഭരണകൂടങ്ങളും നിയമ സംവിധാനങ്ങളും ചേർന്ന് നടത്തുന്ന അധികാര പ്രയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ വിശപ്പിന്റെ പേരിൽ ആൾക്കൂട്ടക്കൊലയ്ക്കിരയായ നമ്മുടെ സഹോദരൻ മധുവിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോഷകാഹാരക്കുറവ് മൂലം ആദിവാസി ഊരുകളിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ദുരന്ത വാർത്തകൾ കേൾക്കുന്ന ഈ അവസരത്തിൽ ഇതൊരു പ്രശസ്ത കഥ. പ്രമുഖ തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ രചിച്ച കഥയുടെ കഥാപ്രസംഗാവിഷ്കാരം. കഥ 100 സിംഹാസനങ്ങൾ. അന്ന് വൈകിട്ട് കോട്ടാർ ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് ജില്ലാ കളക്ടറുടെ വാഹനം വന്നു നിന്നു. ആശുപത്രി ജീവനക്കാർ പരിഭ്രമിച്ച് പരക്കം പാലും. പെട്ടെന്ന് വടിവേലു കാറിനടുത്തേക്ക് പാഞ്ഞെത്തി. വാങ്ക സാർ, ഉള്ളിയ കാറ്. നോ, വാടലാം എപ്പടി മീരിതാനേ. என்ன സാർ, ഏതാവത് കംപ്ലൈന്റ്? യെസ്, ലെറ്റ് മീ സീ. ഡോക്ടറോടൊപ്പം കളക്ടർ വാർഡിലേക്ക് കയറി. കട്ടിലിൽ 1-2 പേര്, താഴെ തലങ്ങും വിലങ്ങും രോഗികൾ, എങ്ങും ഈച്ചയും കൊതുകും ദുർഗന്ധവും. ഡോക്ടർ, എന്നെ ഇത് നരകമാ? സാർ, ഇങ്ങ സ്റ്റാഫ് ഇല്ലേ, ബെഡ് ഇല്ലേ, മെഡിസിൻ ഇല്ലേ? സർക്കാർ ഹോസ്പിറ്റൽ താനെ. വാട്ട് ക്യാൻ ഐ ഡു സാർ? പെട്ടെന്ന് ആ മൂലയിലെ ചവറ്റുകുരുകൾക്കിടയിൽ ഒരു ഞരങ്ങൾ. പീറച്ചാക്കിൽ ഒരു വൃദ്ധ. ഡോക്ടർ പറഞ്ഞു, സാർ, ഇവങ്ങളെ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്ന് തട്ടിയത് കുറ്റവിയാരുമില്ലേ? ഡോക്ടർ, ഇവരെ പെട്ടെന്ന് കെയർ ചെയ്യൂ. അടുത്തുള്ള രമണിയ ഹോസ്പിറ്റലിലെ ആംബുലൻസ് വിളിക്കൂ. അറേഞ്ച് ടു ടേക്ക് ഇമ്മീഡിയറ്റ്ലി. സാർ, ഇവങ്ങൾക്ക് ഏതാവത് റിലേറ്റീവാ? ഇത് എന്റെ അമ്മ, എന്റെ സ്വന്തം അമ്മ. കടവുളെ അമ്മാവാ. വീട്ടിൽ തിരിച്ചെത്തിയ ധർമ്മപാൽ ഒന്നും മിണ്ടാതെ സോഫയിൽ ചാനി കിടന്നു. ഇത് കണ്ട് മോനെ മൊക്കത്തെടുത്ത് കൊണ്ടുവന്ന ഭാര്യ സുധ ചോദിച്ചു, എന്ത് പറ്റി? മോനോട് പോലും ഒന്നും മിണ്ടിയില്ല. ഇന്നും ആരെങ്കിലും ഓഫീസിൽ ജാതി പേര് വിളിച്ച് പരിഹസിച്ചോ? സുധേ, ഇല്ല. ഞാനിതെന്റെ അമ്മയെ കണ്ടു. എന്റെ സ്വന്തം അമ്മ സർക്കാർ ഹോസ്പിറ്റലിലെ ചവറ്റുകുനികൾക്കിടയിൽ രമണി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. നില വളരെ മോശമാ. വിഷമിക്കാതെ, നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തില്ലേ? 2 വട്ടം കൂട്ടിക്കൊണ്ട് വന്നില്ലേ? എന്നിട്ട് എന്താ, സ്വഭാവം മാറുന്നില്ലല്ലോ ആ തള്ളയുടെ. ധർമ്മപാൽ കട്ടിലിൽ തളർന്നു കിടന്നു. കണ്ണടയ്ക്കാൻ ശ്രമിക്കവേ ഓടിയെത്തുന്ന ഓർമ്മകൾ. കാട്ടുചോലക്കരയിൽ ഒരു കരിമാരൂതിന്റെ ചോട്ടിൽ കാലം കുടഞ്ഞറിഞ്ഞ കാട്ടുനായ്ക്കെന്റെ ജന്മം, കാട്ടുനായ്ക്കെന്റെ ജന്മം. അതെ, കാട്ടിൽ നായാടി നടന്നവൻ, കാട്ടുനായ്ക്കളിൽ ഒരാൾ. അമ്മയുടെ മാൽ തൂങ്ങി കാടുകൾ തോറും കയറി ഇറങ്ങി നടന്നവൻ. മുയലുകളെ, എലികളെ, മല അണ്ണാനെയും ഒക്കെ പച്ചയ്ക്ക് കടിച്ചു കീറി തിന്നവൻ. ഇടയ്ക്കിടയ്ക്ക് അമ്മയുമായി നാട്ടിലേക്ക് ഇറങ്ങിയാൽ തെരുവിലെ എച്ചൽ തൊട്ടിയിൽ നിന്നും അവശിഷ്ടങ്ങൾ വാരി വാരി വായിൽ വെച്ച് തരും അമ്മ. 7 മക്കളെ പെറ്റ് 6 മരിച്ച് അവശേഷിക്കുന്ന തന്നോട് എന്തു വാത്സല്യമായിരുന്നുവെന്നോ അമ്മയ്ക്ക്. കണി കാണാൻ കൊള്ളാത്ത നായാളികളെ പകൽ നേരത്ത് കണ്ണിൽ കണ്ടാൽ കല്ലെറിഞ്ഞോടിക്കും. അന്ന് വെറും 7 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് അമ്മയെ തേടി ആറ്റിൽ വക്കത്ത് കൂടി പോകുമ്പോൾ കരമാനയാറ്റിൽ കളിച്ചു നീന്തും ചെറുബാലകന്മാർ വിളിച്ചു
തന്നെ സ്നേഹത്തോടെ മാടി വിളിച്ചു. മോനെ, ഇങ്ങ് വാ, ചോറ് തരാം, ചോറ്. അടുത്തേക്ക് വാ, ചോറ് തരാം. താൻ അടുത്തേക്ക് ചെന്നതും വാരിയെടുത്ത് ആറ്റിൽ കുളിപ്പിച്ചു. എന്നിട്ട് ആശ്രമത്തിൽ കൊണ്ടുപോയി വയറ് നിറച്ച് ആഹാരവും പുതിയ വസ്ത്രങ്ങളും തന്നു. അനാഥ കുട്ടികളോടൊപ്പം താനും ഒരു അന്തേവാസിയായി. ആഴ്ച ഒന്നും കഴിഞ്ഞില്ല, എല്ലാരും വിളിച്ചുകൊണ്ട് തന്റെ അമ്മ എത്തി. സ്വാമി, പുള്ളിയെ കൊടുങ്ക, കാപ്പനെ കൊടുങ്ക, എനിക്ക് അവൻ മട്ടു ഇருக்கு. വിടമാട്ടെ, പുള്ളിയെ വിടമാട്ടെ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഈറ്റ പുലിയെ പോലെ അവൾ ആശ്രമത്തിന് ചുറ്റും പരക്കം പാലും. അമ്മയുടെ ശല്യം സഹിക്കാനാവാതെ സ്വാമി പീതാംബരധാരി തനിക്ക് ധർമ്മപാൽ എന്ന പേരിട്ട് കോട്ടയത്ത് വിട്ട് പഠിപ്പിച്ചു. മാസാമാസം പണം അയച്ചു കൊടുത്തു. ദരിദ്രനായി തനിക്ക് ഹോസ്റ്റലിൽ അനുഭവിക്കേണ്ടി വന്നത് കുത്തുവാക്കുകൾ, പരിഹാസം, അവഗണന, പുതുകക്കൂസ് പോലും തനിക്ക് നിഷേധിച്ചു. ഒക്കെ സഹിച്ചു, പഠിച്ചു, എന്നും ഒന്നാമനായി ജയിച്ചു. എത്ര പെട്ടെന്നാണ് കാലം കടന്നുപോയത്. ബിരുദാന്തര ബിരുദം നേടി അന്ന് താൻ സ്വാമിജിയെ കാണാൻ ഓടിയെത്തി. അന്ന് സ്വാമിജി മരണക്കിടക്കയിലായിരുന്നു. തന്നെ കണ്ടതും സ്നേഹത്തോടെ തഴുകിക്കൊണ്ട് സ്വാമിജി പറഞ്ഞു, പാവം നിന്റെ അമ്മ, സ്നേഹസ്വരൂപമല്ലേ, ത്യാഗതാപസ്യമല്ലേ, സ്നേഹ സാമ്രാജ്യം തന്നോരമ്മയെ മറക്കല്ലേ, സ്നേഹ സാമ്രാജ്യം തന്നോരമ്മയെ മറക്കല്ലേ. ധർമ്മ, നീ അമ്മയെ കണ്ടെത്തണം, സംരക്ഷിക്കണം, ഭരണം നിന്റെ കൈക്കീഴിൽ വരണം. അതങ്കുതർക്ക് വേണ്ടി മോനെ നീ എന്തെങ്കിലും ചെയ്യണം. അതാണ് എൻ്റെ അന്ത്യാഭിലാഷം. എനിക്ക് കാണാൻ വരണമെന്നില്ല, നന്നായി വരും. സ്വാമി, എന്റെ സ്വാമി. അറിയാതെ പൊങ്ങിയ ആ വിളി കേട്ടാണ് ഭാര്യ സുധ എത്തിയത്. ഹേയ് ഹേയ്, ആ മനോരാജ്യത്തിൽ ഇവൾക്കും മോനും കൂടി ഒരിടം ഉണ്ടാകുമോ? സുധേ, എന്നെ ഞാനാക്കിയത് നീയല്ലേ? IAS കാരനായിട്ടും ജില്ലാ കളക്ടറായിട്ടും അതങ്കതന്റെ അപകർഷതയിൽ ആണ്ടിറങ്ങി എന്നെ നീയാണ് ഇവിടെ ചേർത്തിയത്, ധർമ്മധീരനാക്കിയത്. അപ്പോ ഇത് എപ്പടി ரொம்ப പ്രമാദം. അതെ, പത്രപ്രവർത്തകയായ സുധ ധർമ്മപാലിന്റെ ജീവിതസഖി ആയതിലും ഒരു കഥയുണ്ട്. കളക്ടറുടെ പത്രസമ്മേളനങ്ങളിലും സെമിനാറുകളിലും അവൾ പതിവായിരുന്നു. തികഞ്ഞ ബുദ്ധിമാൻ, പുരോഗമനവാദി, നല്ല സ്വഭാവം. അവക്കങ്ങ് ഇഷ്ടായി. പിന്നെ തുറന്നങ്ങ് ചോദിച്ചു, കൂടെ വന്നിടും ഞാൻ, ഇഷ്ടമല്ലേ, വീടു വെടിഞ്ഞും വരും നിനക്കായി ഞാൻ. ഉത്തരമൊന്നവൻ മൂളും മുമ്പേ ഉറ്റവരാകെ ഇളകിയെത്തി, ഉറ്റവരാകെ ഇളകിയെത്തി. ജാതി കോമരങ്ങളും കുടുംബക്കാരും കളിതുള്ളി. എങ്ങാണ് കിട്ടുന്ന കാട്ടുനായ്ക്കിനെ പ്രണയിക്കുന്നോ, വെച്ചേക്കില്ല നിന്നെ. അവൾ ഭയന്നില്ല, ഇറങ്ങി വന്നു. ധർമ്മപാലിന്റെ ജീവിതസഹിയായി മാതൃകാ ദമ്പതികളായി ജീവിച്ചു. അവർക്കൊരു മോനും പിറന്നു. നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അമ്മയെ കണ്ടെത്തി വീട്ടിലെത്തിച്ചു. പക്ഷേ സുധയുമായി പൊരുത്തപ്പെടാൻ അവർക്കായില്ല. തന്റെ മകനെ തട്ടിയെടുത്ത മറ്റൊരു ശത്രുവായാണ് അവർ സുധയെ കണ്ടത്. അമ്മയെ നോക്കാൻ ഹോം നേഴ്സിനെ വെച്ചു. 5-ാം നാൾ നേഴ്സിനെ കൈ കടിച്ചു മറിച്ച് അവരോടി. അന്ന് കളക്ടറുടെ ഓഫീസിൽ സെമിനാർ നടക്കുകയായിരുന്നു. തിങ്ങി നിറഞ്ഞ സദസ്. പെട്ടെന്ന് എങ്ങോന്ന് പനക്കിയ വൃദ്ധ കളക്ടറെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, മോനെ കാപ്പ, നമ്മള് കാട്ടുനായ്ക്കള് കസേരയിൽ ഇരുത്തക്കൂടാതെ, തമ്പ്രക്കള് കൊല്ലും, നീയും കൂടെ കാട്ടിലേക്ക് വാ കണ്ണ. ഏതാ ഈ ഭ്രാന്തിത്തള്ള, പിടിക്കവളെ. പോലീസുകാർ പാനെത്തി. വേണ്ട, ഇതെന്റെ അമ്മയാ. ഒരു വിധത്തിലാണ് അമ്മയെ വീട്ടിലെത്തിച്ചത്. പത്രക്കാർക്ക് അതൊരു ചൂടുള്ള വാർത്തയായിരുന്നു. പിറ്റേന്ന് വാർത്തകൾ നിരന്നു. ജില്ലാ മേധാവി ഭ്രാന്തിത്തള്ളയുടെ മകൻ, പെറ്റതളെ തെണ്ടാൻ വിട്ട് നാളെ ഭരിക്കുന്നവൻ. അന്ന് വൈകിട്ട് ആ കാഴ്ച നാട്ടുകാരാണ് ആദ്യം കണ്ടത്. സുധേ, കുഞ്ഞുങ്ങളുടെ പായനേ, ആ തളവിന്റെ കുഞ്ഞുങ്ങളുടെ പായനേ. രാത്രി വൈകിയെത്തിയ ധർമ്മപാൽ ഉടൻ തന്നെ സുധിയുമായി പുറപ്പെട്ടു. ആബൽ ഭയത്തോടെ കാർ ഓടിക്കുമ്പോൾ മകന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. നിറയുന്ന കണ്ണുകളിൽ തെളിയുന്നിതാ മുഖം, ചിരി തൂക്കിടുന്നു, വിളിച്ചിടുന്നു. അരുതാത്തൊരായിരം ദുരിത ദൃശ്യങ്ങളായി ഹൃദയത്തിൽ ഉണരുന്നു മനമുരുകി, ഹൃദയത്തിൽ ഉണരുന്നു മനമുരുകി. നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ അതാ തെരുവിലെ എച്ചൽ തൊട്ടിൽ നിന്നും അവരെ കുഞ്ഞ് ചോറൂട്ടുന്നു. സുധ ഒറ്റ കുതിപ്പിൽ
അലർച്ചയോടെ തുറച്ചു നോക്കുന്ന അവർക്ക് നേരെ മകൻ ശകാരിച്ചു. പോ, ദൂരം പോ, നിയമമല്ലേ, പോ. നിറയുന്ന കണ്ണീരോടെ ആ വൃദ്ധ മേച്ച് മേച്ച് നടന്നകന്നു. പിന്നീട് 5 കൊല്ലം കഴിഞ്ഞാണ് അമ്മയെ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നും കണ്ടെത്തുന്നത്. പെട്ടെന്ന് മൊബൈൽ ഫോൺ റിംഗ് ചെയ്തു. ഹലോ, രമണിയാർ ഹോസ്പിറ്റലിൽ നിന്നാണ്. അവർ പാനെത്തി. അന്ത്യശ്വാസം വലിക്കുന്ന അമ്മയെ മകൻ പതുക്കെ തൊട്ട് വിളിക്കുന്നു. അമ്മ, അമ്മ, അമ്മ. ആ പെലികെട്ടി കണ്ണുകൾ പതുക്കെ തുറന്നു. മോനെ കാപ്പ, ചോറ്, ചോറ്, എനിക്ക് ചോറ്. ചുണ്ടുകൾ വിറപ്പൊട്ടു. ശാസ്ത്രി കൂടി പെട്ടെന്ന്. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. പാവം അമ്മ. ജന്മാന്തരങ്ങൾ